കാപ്പ ചുമത്തി ജയിലിൽ അടച്ച ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന് സത്യപ്രതിജ്ഞയ്ക്കായി പുറത്തിറങ്ങാനായില്ല. വിയൂർ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യിക്കാമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതിനായി ജയിലിൽ പ്രത്യേക സംവിധാനം ഒരുക്കാമെന്നും കോടതി നിർദ്ദേശം. അന്തിമ തീരുമാനം ഉച്ചയ്ക്ക് 2 മണിക്കാവും ഉണ്ടാവുക. ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ബിനിൽ, അതിനിടെ സുഗതന്റെ സത്യപ്രതിജ്ഞയെ സർക്കാർ എതിർക്കുന്നുമുണ്ട് അല്ലേ? തീർച്ചയായും ശ്രീജ, സുഗതനെ സത്യപ്രതിജ്ഞയ്ക്കായി പുറത്തുവിടുന്നതിനെ സർക്കാർ എതിർക്കുകയാണ്. സർക്കാരിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി ആസിഫ് അലി തന്നെ നേരിട്ടെത്തി എതിർവാദങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ കോടതി ഇപ്പോൾ കണ്ടിരിക്കുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരാളല്ലേ ആ മാൻഡേറ്റിനെ അംഗീകരിക്കണ്ടേ എന്നതാണ് കോടതിയുടെ ചോദ്യം. ഇയാൾക്കെതിരെയുള്ള പല കേസുകളും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന പല കേസുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പരസ്യപ്പെടുത്തിയാണ് ഇയാൾ ഈ കേസിലെ പ്രതിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ജനങ്ങൾ തെരഞ്ഞെടുത്തപ്പോൾ ആ ജനാധിപത്യത്തിൽ ആ ജനങ്ങളുടെ മാൻഡേറ്റ് വലിയൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് കോടതി സത്യപ്രതിജ്ഞ ചെയ്യട്ടെ എന്നൊരു നിലപാടിലേക്ക് എത്തിയത്. പക്ഷേ സുഗതനെ പുറത്തുവിടാൻ അനുവദിക്കില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കഴിഞ്ഞു. ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാം എന്നതാണ് കോടതിയുടെ അഭിപ്രായം. 2 മണിക്കായിരിക്കും വിധി പറയുക. അങ്ങനെ സത്യപ്രതിജ്ഞ നടക്കുകയാണ് എങ്കിൽ മേയർ വി രാജേഷിന് ഈ സുഗതനുള്ള ജയിലിലെത്തേണ്ടി വരും. വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ സുഗതനുള്ളപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിലെത്തി മേയർ വി രാജേഷിന് അനുമതി കോടതിയുടെ ഉത്തരവ് വന്നാൽ അവിടെ പോയി സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടി വരും. അതിനുള്ള തീയതിയും സമയവും കോടതി തീരുമാനിക്കും. അതായിരിക്കും ഇനി 2 മണിക്ക് വരാൻ പോകുന്നത്. അവിടെ അക്രഡിറ്റഡ് മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം അനുവദിക്കാമെന്ന് കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ നടക്കുന്നത് എന്താണെന്ന് പൊതുജനങ്ങൾ അറിയേണ്ട ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കാമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു വശമെന്നത് ഈ നേരത്തെ ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു. അതിൽ കോടതി വിധി പറഞ്ഞതാണ്. ആ വിധിയെ തെറ്റായ രീതിയിൽ ചില ഓൺലൈൻ ചാനലുകൾ ചിത്രീകരിക്കുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്തതിൽ കടുത്ത അതൃപ്തി കോടതി ഇന്ന് പ്രതിഫലിച്ചിട്ടുണ്ട്. അതായത് വളരെ തെറ്റായ സമീപനമാണ് ഓൺലൈൻ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ജഡ്ജ്മെന്റുകൾ പോലും വായിച്ചു മനസ്സിലാക്കാത്ത രീതിയിൽ മതപരമായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ വാർത്തകൾ നൽകുന്നു. അത് വലിയ തെറ്റായ കാര്യമാണ്, ഗൗരവത്തോടു കൂടി കാണേണ്ട പ്രശ്നമാണ് എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം അക്രഡിറ്റഡ് ആയിട്ടുള്ള മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നൊന്നും അത്തരത്തിലൊരു സമീപനം ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ ഓൺലൈൻ ചാനലുകൾ ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ, കോടതി ജഡ്ജ്മെന്റുകളെ പോലും തെറ്റായി വക്രീകരിച്ചുകൊണ്ടുള്ള വാർത്തകൾ നൽകുന്നതിലുള്ള കടുത്ത വിമർശനവും ഇന്ന് ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ശരി, സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള സാഹചര്യം ഒരുങ്ങുമോ എന്നതാണ് ഇപ്പോൾ ആകാംക്ഷയുള്ളൊരു കാര്യം. സർക്കാർ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിലും കോടതി ചോദ്യം ചെയ്യുന്നത് അത് ജനങ്ങളുടെ തീരുമാനമല്ലേ, അതിനെ ജനവിധി, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ ജനവിധി എതിർക്കാനാവുമോ എന്നതാണ് ആകാംക്ഷയുണ്ട്. നമുക്ക് കാത്തിരിക്കാം എന്താണ് ഈ കോടതി ഈ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം എന്നതിലേക്ക്.